السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ പ്രാധാന്യപൂർവം നമ്മോട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു വിഷയമാണ് ഖബറിലെ ശിക്ഷ എന്നുള്ളത്. അദാബുൽ ഖബർ അഥവാ ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ അള്ളാഹുവിനോട് 5 നേരത്തെ നമസ്കാരങ്ങളിലും അവസാന ഭാഗത്ത് നമ്മൾ തേടുന്നുമുണ്ട്. അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന അഥവാ ഏറെ നമ്മൾ ഭയത്തോടുകൂടി എപ്പോഴും ജാഗ്രതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യമാണ് ഖബർ ശിക്ഷ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുള്ള മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിനും അപ്പുറം പല ആളുകളും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത പലതും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെന്ന നിലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ പല കളവുകളും നബി തങ്ങളുടെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ചില വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിയ കിതാബുകളിൽ എഴുതി വെച്ചത് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന നിലക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് പ്രവാചകനോളം എത്തുന്ന സനദുണ്ടായിരിക്കണം, പരമ്പര വേണം. അൽ ഇസ്നാദു മിനദ്ദീൻ, പരമ്പര അത് ഇസ്ലാമിൽപ്പെട്ടതാണ്, ദീനിൽപ്പെട്ടതാണ്. പരമ്പരയില്ലാതെ എന്തും ഓരോരുത്തരും പറയാൻ വിചാരിച്ചാൽ ഓരോരുത്തർക്കും ദീനിൻ്റെ കാര്യത്തിൽ എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥകൾ സംജാതമാകും. ഇത് ഗുരുതരമായ വിഷയമാണെന്ന് പണ്ടേ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന പേരിൽ ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മയ്യത്തിന് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ നാട്ടിലുള്ളവരോ ഇനി അതൊന്നുമല്ലാത്ത ഒരാളാണെങ്കിലും ശരി, മറമാടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നാം ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഒരു മനുഷ്യനെ ഖബറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഖബറിൽ നിന്ന്, ആ ഏത് ഖബറിലേക്കാണോ വെക്കാൻ പോകുന്നത് ആ ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുക. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ള സൂറത്തുൽ ഖദർ 7 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യം ഓതിയിട്ട് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഊതിക്കൊടുക്കുക. ആ 7 പ്രാവശ്യം ഊതിയ ഈ മണ്ണെടുത്തിട്ട് ആ മയ്യത്തിൻ്റെ കഫംപുടയിലേക്കോ അതല്ലെങ്കിൽ മയ്യത്തിന് മറമാടുന്ന ഈ ഖബറിലേക്ക് തന്നെയോ ഈ മണ്ണ് വിതറുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഈ മയ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല, ഖബറിൽ ശിക്ഷിക്കുകയില്ല. എന്താണിപ്പോൾ അയാൾ പറയുന്നത്? നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ, ഇനി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആരാകട്ടെ, അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഖബറടക്കുന്ന ആ ഖബറിൻ്റെ സമീപത്ത് ചെന്ന് ആ ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്യണം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തുൽ ഖദർ 7 തവണ ഓതിയിട്ട് ഊതണം. ഓരോ തവണയും ഊതുക. അങ്ങനെ 7 തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്തിട്ട് ആ പിടിമണ്ണ് എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ മയ്യത്തിൻ്റെ കഫൻ പുടവയിൽ വിതറണം, മയ്യത്തിനെ കഫൻ പൊതിഞ്ഞിട്ടുള്ള ആ കഫൻ തുണിയിൽ വിതറണം, അതല്ലെങ്കിൽ ഖബറിൽ വിതറണം. എന്നാലോ അയാൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ ആ മനുഷ്യനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
വളരെ ഗൗരവമായ വിഷയങ്ങളല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ സൂറത്തുൽ ഖദർ അവതരിച്ചത്? അവിടുന്നല്ലേ നമുക്കത് പഠിപ്പിച്ചിരുന്നത്? അവിടുന്നല്ലേ ഖബർ ശിക്ഷയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്? നിങ്ങൾ അള്ളാഹുവിനോട് ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണം, കാരണം ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണെന്ന് അവിടുന്നല്ലേ പഠിപ്പിച്ചത്? എങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച സഹീഹായ സനദോടുകൂടെയുള്ള ഒരു ഹദീസാണിതെങ്കിൽ അതല്ലേ ഈ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കേണ്ടത്? അതല്ലേ അവർ പറയേണ്ടത്? ആര് പറഞ്ഞു? നബി തങ്ങളിൽ നിന്ന് ആര് കേട്ടു? സഹാബിയിൽ നിന്ന് ആര് കേട്ടു? താബിഈയിൽ നിന്ന് ആര് കേട്ടു? ഇങ്ങനെ കേട്ട ആളുകളുടെ കൃത്യമായ പരമ്പരകൾ ഉദ്ധരിക്കാതെ എവിടെയൊക്കെയോ കണ്ടത് ദീനെന്ന പേരിൽ വിളിച്ചു പറയുന്ന ഈ സമ്പ്രദായം, ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ് ഈ കൂട്ടരൊക്കെ ശ്രദ്ധിക്കണം. ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ പേരിൽ പറയുന്നുവെങ്കിൽ നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ വേഗത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നിലക്ക് കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു നിലക്കുള്ള അവതരണം മാത്രമാണ് സഹോദരങ്ങളെ ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കളവുകളൊക്കെ പറയുന്ന പലവിധത്തിലുള്ള കള്ളവാദികളും അവസാന കാലത്ത് രംഗത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതേപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നു എന്ന് ഇവർ പറയുന്ന, ഇവർ ഉദ്ധരിക്കുന്ന ചില കിതാബുകളിലൊക്കെ ആ നിലക്ക് പറയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന നിലക്ക് അതൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്നും എല്ലാവരും അത്തരത്തിലുള്ള ആളുകളുടെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയാവുന്നവരൊക്കെ ഇത് ചെയ്യണം, ഒരു വലിയ മഹാകാര്യമാണിത് എന്ന നിലക്കൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറയുമ്പോൾ അതിന് കൃത്യമായ സനദോടുകൂടി സഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുവാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ജനാസ ഖബറടക്കുന്ന വേളയിൽ ആ ഖബറിൽ നിന്നൊരു പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഈ സൂറത്ത് 7 തവണ ഓതിയിട്ട് കഫൻ പുടവയിലോ അതുപോലെ തന്നെ ഖബറിലോ ഒക്കെ വെതറുന്ന ഈ സമ്പ്രദായം ദുഷിച്ച അനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ ചോദിക്കും, സൂറത്തുൽ ഖദറല്ലേ പാരായണം ചെയ്യുന്നത്, അതിനൊക്കെ എത്ര എതിർക്കാനുണ്ടോ? സൂറത്തിനോടല്ല വിരോധം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരെണ്ണം, അതുപോലെ തന്നെ ഒരു സൂറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്രകാരമൊക്കെ ചെയ്യണമെന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അള്ളാഹുവല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ അത് പറയേണ്ടത്? ഏത് സ്വഹീഹായ ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത്? അത് തെളിയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സ്വഹീഹായ ഒരു ഹദീസ് ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഉള്ളത് ചെയ്യുക. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലും സ്വഹാബത്തിൻ്റെ നേതൃത്വത്തിലുമൊക്കെ എത്ര ജനാസകളാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. അവരാരെങ്കിലും ഇപ്രകാരം ചെയ്തുവോ? അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ മാതൃക അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്കായി കൊണ്ട് പറഞ്ഞ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്? അതുകൊണ്ട് ഉള്ളത് പറയുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്പ്രദായവും ചര്യവും അതാണ് ഉത്തമമായ ചര്യ. ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ അതിൽ പെടാത്ത നിലക്ക്, ദീനിൽ പെടാത്ത നിലക്ക് പിൽക്കാലത്തുണ്ടാക്കിയ പുത്തൻ നിർമ്മിതികളാണ്. അവ മുഴുവനും വഴികേടാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നറിയിപ്പിനെയും താക്കീദിനെയും നമ്മൾ മുഖവിലക്കെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യകളെ പിൻപറ്റുന്ന, ബിദ്അത്തുകളെ വർജിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.